طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് റബീഉൽ അവ്വൽ 12 ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്ത് എല്ലായിടത്തും, കേരളത്തിൽ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും റബീഉൽ അവ്വൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഉൻ എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ ഫളിൽ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ശേഖരിച്ചു വെക്കുന്ന, ചെയ്തു വെക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുമുണ്ടല്ലോ, അതിനേക്കാളും ഖൈറായ ഒന്നാണ് ഈ പറയപ്പെടുന്ന അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും ഔദാര്യം കൊണ്ടും സന്തോഷിക്കുക എന്ന് പറയുന്നത്. അള്ളാഹു സന്തോഷിക്കാൻ പറഞ്ഞത് റഹ്മത്ത് കൊണ്ടും ഫദൽ കൊണ്ടുമാണ്. ഫദൽ അള്ളാഹ് തന്നിട്ടുള്ള നിഅമത്തുകളെല്ലാം പെടും. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. കാരുണ്യം എന്ന് വെച്ചാൽ പല ആശയം വെക്കാമെന്നുണ്ടെങ്കിൽ പോലും ഖുർആൻ പരിചയപ്പെടുത്തിയൊരു കാരുണ്യമുണ്ട്. അത് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലിനെ കൊള്ളേ നിങ്ങൾ സന്തോഷിക്കുവിൻ, അതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാം ഇബ്നു അബ്ബാസ് മുഫസ്സിരീങ്ങളുടെ സയ്യിദാണ്. ഖുർആനിൻ്റെ മഹാവ്യാഖ്യാതാക്കളിൽ ഒരാളും കൂടിയാണല്ലോ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. ഈ രണ്ട് ആയത്തുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരൊക്കെ അതിനെ വിശദീകരിച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. റഹ്മത്ത് എന്ന് വെച്ചാൽ അത് അള്ളാഹുവിൻ്റെ ഹബീബായ മക്കത്ത് ഉദയം കൊണ്ട ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അഥവാ ദുനിയാവിൽ മനുഷ്യൻ പെറുക്കിക്കൂട്ടുന്ന അവൻ്റെ ധനം, അവൻ്റെ സമ്പത്ത്, ഭൗതികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നുമല്ല ഒരു വിശ്വാസിയുടെ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഔദാര്യം, ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, റസൂലുള്ളാഹി ആണ് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം, റസൂലിൻ്റെ പ്രബോധനം, ആ റസൂലിൻ്റെ ജന്മം തന്നെ ഒരു വിശ്വാസിക്ക് ആനന്ദിക്കാനുള്ളത് തന്നെയാണ് എന്നാണ് നമുക്ക് ആയത്തിൻ്റെ ആഴത്തിൽ ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. റബീഉൽ അവ്വൽ 12 എന്നുള്ളത് കേവലം ഒരു തീയതി മാത്രമൊന്നുമല്ല. മനുഷ്യ ചരിത്രത്തിൽ കാരുണ്യത്തിൻ്റെ വസന്തം പൂത്തു വിടർന്ന് വിരിഞ്ഞ ഒരു ദിനം കൂടിയാണ്. നമുക്കറിയാം, നബി തങ്ങൾ ജനിക്കുന്ന സമയത്ത് മക്ക ഇരുട്ടിലായിരുന്നു, ലോകം തന്നെ ഇരുട്ടിലായിരുന്നു. പെൺകുഞ്ഞുങ്ങളൊക്കെ ജീവനോടെ കുഴിച്ചുമൂടുക, ജീവനോട് കൂടിയിട്ട് കുഴിച്ചുമൂടുക. ശക്തൻ ബലഹീനരായ ആളുകളെ അടിച്ചമർത്തിയിട്ട് തന്നിഷ്ടം പ്രവർത്തിക്കുന്ന ഒരു നരഹത്യയുടെ കാലം. അവിടേക്കാണ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റഹ്മത്തായിട്ട് അള്ളാഹ് അയക്കുന്നത്. ആ റഹ്മത്ത് എന്ന് സൂചിപ്പിക്കുന്ന അതാണ്. നബിത്തങ്ങൾക്ക് നുബുവത്ത് കൊടുക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ അവസ്ഥക്കൊന്ന് ആലോചിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ ജന്മവും റസൂലുള്ളാഹിയുടെ നുബുവത്തിൻ്റെ സമയമൊക്കെ നുബുവത്ത് കൊടുത്തതൊക്കെ വലിയ റഹ്മത്താണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗതനായതോടു കൂടിയിട്ട് അനാഥരായിട്ടുള്ള ആളുകൾക്ക് ഒരു കാരുണ്യത്തിൻ്റെ താങ്ങ് വന്നു. പെൺകുട്ടികൾക്കുണ്ടല്ലോ ജീവിക്കാനുള്ള അവകാശമായിട്ട് ആ കാരുണ്യം മാറി. ശത്രുവിനോട് പോലും കരുണ കാണിക്കുന്ന, തല്ലിയവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന അനുകമ്പയുടെ ചരിത്രമാണ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇന്നമാ അന റഹ്മത്തും മുഹ്ദാത്ത്, ഞാൻ നൽകപ്പെട്ട ഒരു കാരുണ്യവും വഴികാട്ടിയുമാണ് എന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും റഹ്മത്ത് റസൂലുള്ളാഹിയാണ്. ആ റഹ്മത്ത് കൊണ്ട് നമ്മൾ സന്തോഷിക്കണം. ഈ റബീഉൽ അവ്വൽ നമുക്ക് നൽകുന്ന മഹത്തായ സന്ദേശങ്ങളിൽ ഒന്നാണ് നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളത്. അല്ലാഹു തആല നമുക്ക് പ്രവാചകരെ നൽകി. ആ ഒരു അനുഗ്രഹത്തിൽ അങ്ങേയറ്റം സന്തോഷിക്കണം. സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് റസൂലിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ നടത്തണം. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് അള്ളാഹ് പറഞ്ഞത് ആരോടാ? യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളായ ആളുകളോടാണ്, മനസ്സിൽ ഈമാനുള്ള ആളുകളോടാണ് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് പറഞ്ഞു. സ്വലാത്തും സലാമും, റസൂലിനെ സ്നേഹിക്കല്, പ്രണയിക്കല്, റസൂലിൻ്റെ നബവി സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തുക, റസൂലിന് വേണ്ടിയിട്ട് എങ്ങനെ സന്തോഷം രേഖപ്പെടുത്താൻ പറ്റുമോ അത്തരത്തിലൊക്കെ ചെയ്യണമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് മുഅ്മിനീങ്ങളോടാണ്. ആ മുഅ്മിനീങ്ങളായ ആളുകൾ റബീഉൽ അവ്വലിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചിട്ട് മാറി നിൽക്കൂല. റബീഉൽ അവ്വൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവൻ റസൂലിനെ സ്നേഹിക്കണം. റബീഉൽ അവ്വൽ അതിനൊരു നിദാനം, ഒരു പ്രധാനപ്പെട്ട ഒരു മോട്ടീവായ ഒരു കാര്യം, ഒരു ഡേ എന്ന് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ മുഴുവൻ നമ്മൾ ആ റസൂലിനെ കൊണ്ട് സന്തോഷിക്കേണ്ട പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിനെ
ആ റസൂലിനെ തന്നതിൻ്റെ പേരിൽ നന്ദി കാണിക്കുകയും ചെയ്യണ്ടേ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം സ്വലാത്തുകളെ കൊണ്ട് ചുണ്ടുകൾ നനക്കുക എന്നുള്ളതാണ്. അവിടുത്തെ പേരിൽ നമുക്ക് എത്രയും സ്വലാത്ത് ചെല്ലാം. നമ്മുടെ നന്മകളൊക്കെ ആഹൃതി ചെല്ലുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വിഹിതം വെക്കപ്പെടേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. മറ്റുള്ളവനെ നമ്മൾ ശകാരിച്ചിട്ടുണ്ട്, അനാവശ്യമായി ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ സംതൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മുടെ നന്മകളൊക്കെ അയാൾക്ക് കൊടുക്കും, അയാളുടെ തിന്മകൾ നമുക്ക് തരും. അങ്ങനെയുള്ള നീതിയുടെ ഒരു ലോകം വരാനുണ്ട് എന്നൊക്കെ നമ്മൾ ആലോചിക്കണം. ആ സമയത്ത് പോലും നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾ വേറെ ഒരാൾക്കും കൊടുക്കപ്പെടില്ല, അത് എനിക്ക് തന്നെ അവകാശപ്പെട്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശധാരം ഉണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. റസൂലിൻ്റെ ആ സന്ദേശം, ആ റസൂലിൻ്റെ ആ സാരത്തിലുള്ള ആ അർത്ഥത്തിലുള്ള ഒരു സന്ദേശം ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ അത് നമുക്ക് തന്നെ കിട്ടും. നിഷ്കളങ്കമായിട്ട് ചൊല്ലിയാൽ അതിൻ്റേതായ പവറിൽ കിട്ടും. വെറുതെ ഒരു ഹാഉലായി ആയിക്കൊണ്ട് ചൊല്ലിയാൽ പോലും സ്വലാത്ത് കൊണ്ട് നിങ്ങൾ ചുണ്ടിനെ നനച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളയുടെ അക്കൗണ്ടിൽ റസൂലുള്ള അത് കാണുമെന്ന രൂപത്തിൽ തന്നെ അതിനെ രേഖപ്പെടുത്തും. മൂന്നാമത്തെ കാര്യം, ജീവിതത്തിൽ നമ്മൾ കാരുണ്യം പകർത്തണം. കാരണം റസൂലുള്ള റഹ്മത്താണ്, ആ റസൂലിൻ്റെ അനുയായികളാണ് നമ്മൾ. വീട്ടിൽ നമ്മുടെ അയൽപ്പക്കം, നമ്മുടെ സമുദായം, സമൂഹം, സ്നേഹം, അവർക്ക് സ്നേഹം കാരുണ്യം കൊടുക്കുക. സ്നേഹത്തിൽ പോലും നമ്മൾ കാരുണ്യം കാണിക്കണം. സ്നേഹിക്കുമ്പോൾ നമ്മൾ വളരെ നിഷ്കളങ്കമായിട്ട് സ്നേഹിക്കണം. അതാണ് കാരുണ്യമെന്ന് വെച്ചാൽ. സ്നേഹിച്ചുകൊണ്ട് കൊല്ലുക എന്നൊക്കെ പറയില്ല നമ്മൾ. അതൊക്കെ വളരെ രസകരമായ രൂപത്തിൽ പറയുമ്പോഴും സ്നേഹത്തിൽ വളരെയധികം കാരുണ്യം വേണം എന്നുള്ള ധ്വനി അവിടെ വരുന്നുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ ഈമാൻ നിറഞ്ഞ സ്നേഹം ഖൽബിലൊക്കെ സ്ഥിരപ്പെടുത്താനുള്ള ധാരാളം വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഒരു വലിയ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള വലിയൊരു സാഹചര്യമാണ് റബീഉൽ അവ്വൽ എന്ന് പറയുന്നത്. നമുക്ക് റബീഉൽ അവ്വൽ റസൂലിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം. റസൂലിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. ഖുർആനിലും ഹദീസിലൊക്കെ തെളിവ് ഇങ്ങനെ ചോദിച്ച് നടക്കുന്ന ആളുകൾ ഖുർആനിൽ ആ റഹ്മത്ത് എന്താണ് എന്ന് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഈ പറയപ്പെടുന്ന ചില ആളുകൾ അവർക്ക് പറയും തഫ്സീറിൽ തെളിവ് കാണിച്ചു വെച്ചാൽ ചില വിഷയത്തിൽ അവർക്ക് തഫ്സീറിൽ തെളിവ് കാണിച്ചു കൊടുത്താൽ മതിയാവില്ല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഏതാനും സ്വലാത്ത് ചെല്ലണമെന്ന് എല്ലാവർക്കും അറിയാലോ. ഖുർആൻ്റെ നസ്സാണ്, അതിനെ നിഷേധിക്കാൻ പറ്റില്ല. എന്താണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ? സ്വലാത്ത് എന്ന് പറഞ്ഞാൽ റസൂലിൻ്റെ മേലിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹം, അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിന് ഏതായാലും ഉണ്ട്. നമ്മളങ്ങനെ പറയുമ്പോൾ റസൂലിൻ്റെ മഹത്വം കൂടുന്നു എന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ ചൊല്ലിയിട്ടില്ലെങ്കിൽ ഒന്നുമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹ് കൊടുക്കേണ്ട എല്ലാവിധ ദർജയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും നമ്മുടെ ഹുബ്ബ് കാരണത്താൽ നമ്മൾ പറഞ്ഞു പോകുന്നതാണ് നമ്മുടെ സ്വലാത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കുക, റസൂലിന് ആശംസ നേരുക എന്നുള്ളതാണ്. ഇതിൻ്റെ മറ്റൊരു പതിപ്പല്ലേ ഈ പറയപ്പെടുന്ന മൗലൂദ് എന്നൊക്കെ പറയുന്നത്. കൃത്യമായിട്ട് അതിൻ്റെ ആശയം മനസ്സിലാക്കുമ്പോൾ റസൂലിൻ്റെ മദ്ഹാണ് പറയുന്നത്. ശിർക്കെന്ന് പറഞ്ഞുകൊണ്ട് ആ മദ്ഹിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തിനാണ്? നമ്മൾ മലയാളത്തിൽ നബി തങ്ങളുടെ മദ്ഹ് പാടുന്നുണ്ട്, മലയാളത്തിൽ റസൂലിൻ്റെ അപദാനങ്ങൾ പറയുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. അതിനെ അറബിയിലേക്ക് പറഞ്ഞു. അതൊരു ആചാരമായിട്ട് കൊണ്ടു നടക്കുന്നതിൽ എന്താണ് തെറ്റ്? നല്ല കാര്യങ്ങളല്ലേ, നല്ല എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശരീഅത്തിനോട് ഒരിക്കലും വിരുദ്ധമല്ലാത്ത രൂപത്തിൽ, ഒരു ബിദ്അത്ത് സയ്യിഅ അല്ലാത്ത രൂപത്തിലാണ് നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ സലഫ് സ്വാലിഹീങ്ങളായ ആളുകൾ, പ്രത്യേകിച്ച് തസവുഫിൻ്റെ നല്ല ആത്മീയ ബീജുകളിൽ വിരാജിക്കുന്നതായിട്ടുള്ള ധാരാളം നല്ല മനുഷ്യരൊക്കെ നമുക്ക് മുമ്പ് കാണിച്ചു തന്നതാണ് ഈ മൗലിദ് സമ്പ്രദായം എന്നൊക്കെ പറയുന്നത്. ജീവിതത്തിൽ തന്നെ ഒരു വെളിച്ചമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെളിച്ചമുണ്ടാക്കണം. റസൂലിൻ്റെ മദ്ഹ് എന്നെന്നും ഇങ്ങനെ പാടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും റസൂലിനോടുള്ള ഒരു അടുപ്പം വേണം. എപ്പോഴും ഹൃദയം മിടിക്കേണ്ടത് ആ റസൂലിനെ ഓർത്തുകൊണ്ടായിരിക്കണം. കാരണം ആ റസൂലുള്ളയാണ് ആഖിറത്തിൽ ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി കണ്ണീരൊലിപ്പിക്കുന്നത്. ആ റസൂലിന് വേണ്ടിയിട്ട് മദ്ഹൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട്, സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് മടി കാണിക്കേണ്ട ഒരാവശ്യമില്ല. നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത്. വിശുദ്ധ ഖുർആൻ തന്നെയാണ് സ്വലാത്ത് ചെല്ലാൻ, റസൂലിൻ്റെ അപദാനങ്ങൾ പാടിപ്പറയാൻ, സന്തോഷിക്കുവാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗമാണ്. സമകാലിക സാഹചര്യത്തിൽ പറ്റുന്ന രൂപത്തിലാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. സ്വഹാബത്തിൻ്റെ കാലത്ത് എന്തുകൊണ്ട് അതുണ്ടായില്ല എന്നൊക്കെ ചോദിച്ചാൽ, സ്വഹാബത്ത് നബി തങ്ങളെ കണ്ടതിൻ്റെ ഒരു ഫീലിംഗ് അവരുടെ ഹൃദയത്തിലുണ്ടല്ലോ. റസൂലിനെ കണ്ടു, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ആ കാര്യം തന്നെ അവർക്ക് മതി. താബീങ്ങളുടെ കാലത്തും സ്വഹാബത്തിൻ്റെ ആ റസൂലിനെ കണ്ടുകൊണ്ട് ജീവിച്ച ആ ഒരു ശൈലി കൃത്യമായിട്ട് അത് മതി. ഇന്ന് അങ്ങനെയല്ലല്ലോ. നമ്മുടെ കാലങ്ങളൊക്കെ മാറി, സാഹചര്യങ്ങളൊക്കെ മാറി. റസൂലിനെ നമുക്ക് ഒരാളിൽ കാണാനൊക്കെ ദർശിക്കാനുള്ള ഒരു ഭാഗ്യം തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഒരാളെ കാണുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കുന്നതായിട്ട് കാണുന്ന സാഹചര്യം വളരെ കുറവാണ്.
ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിനെ പോലുള്ള കുറച്ച് മനുഷ്യന്മാർ ഇവിടെ നല്ല രൂപത്തിൽ നബവി സരണിൽ തന്നെ ജീവിച്ചതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ആ റസൂലിൻ്റെ കൃത്യമായിട്ട് ആ റസൂലിനെ വാഴ്ത്തിപ്പാടുക, അത് ഉള്ളിൽ നിന്നും കരയുന്ന രൂപത്തിൽ വരിക എന്നുള്ളത് കൃത്യമായിട്ട് ഇന്നത്തെ കാലത്താണ് അത് ഏറ്റവും കൂടുതൽ അനുയോജ്യമായത്. കാരണം റസൂലുമായിട്ട് വളരെ 1500ഓളം വർഷം ദൂരം നമുക്കിടയിലുണ്ട്. ഇന്നത്തെ കാലത്ത് റസൂലിനെ ഓർക്കാനും ആ റസൂലിൻ്റെ മദ്ഹ് പറയാനൊക്കെ നമുക്ക് മനസ്സിനുള്ളിൽ വല്ലാത്ത വിങ്ങലാണ്. മദീനയിലേക്ക് ഹൃദയമെത്തുന്ന രൂപത്തിൽ പാട്ടുകൾ എഴുതുന്നു, ആ പാട്ടുകൾ പാടുന്നു, കുട്ടികളൊക്കെ റസൂലിനെ വാഴ്ത്തി പാടുന്നു. എന്തിനാണ് അതിനെ നിരുത്സാഹപ്പെടുത്തേണ്ട ആവശ്യം? റസൂലുള്ള ഹിജറയുടെ ഭാഗമായിട്ട് മദീനയിലെ മണ്ണിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടുത്തെ കുട്ടികളൊക്കെ അറബന മുട്ടിക്കൊണ്ട് ദഫ് മുട്ടിക്കൊണ്ട് പാട്ട് പാടിയിട്ടില്ലേ? ത്വല അൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഇ, ഇല്ലേ? ഞങ്ങളിലേക്കൊരു പൂർണ്ണ ചന്ദ്രൻ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പാട്ട് പാടിക്കൊണ്ടല്ലേ റസൂലിനെ വരവേറ്റത്. എത്ര മധുരത്തോടു കൂടിയിട്ടാണ് റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ റസൂലിനെ പറ്റിയിട്ട് മധു പാടിയത്. റസൂലിനെ പറ്റിയിട്ട് റസൂലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് റസൂലിനെ എല്ലാ നിലക്കും സ്വഹാബത്ത് പുകഴ്ത്തിയിട്ടുണ്ടല്ലോ. ആ റസൂലിനെ എത്രത്തോളമാണ് അവർ ആദരിച്ചിട്ടുള്ളത്. നമുക്ക് റസൂലിനെ മുന്നിലിരുത്തിക്കൊണ്ട് സ്വലാത്ത് പാടാനോ അല്ലെങ്കിൽ ആ റസൂലിൻ്റെ മേൽ നമ്മുടെ അന്തത്തുൽ ബൈനന പോലുള്ള ആശയത്തിൽ വരുന്ന വർത്തമാനം പറയാൻ നമുക്ക് കഴിയുന്നില്ല. ത്വല അൽ ബദ്റു അലൈന എന്ന് അൻസാരിങ്ങൾ പാടിയതുപോലെ നമുക്കുള്ളൊരു സാഹചര്യം ആലോചിച്ചൊക്കെ റസൂലിനൊപ്പമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ വിങ്ങലാണ് ഈ പറയപ്പെടുന്ന രൂപത്തിൽ റസൂലിൻ്റെ മദ്ഹ് പാടിക്കൊണ്ടും മൗലിദുകൾ പാടിക്കൊണ്ടും പാരായണം ചെയ്തുകൊണ്ടും നമ്മൾ ആ റസൂലിൻ്റെ മദ്ഹിനെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിൽ റബീഉൽ അവ്വലിൻ്റെ പരിപാടികളൊക്കെ നടത്തുന്നത്. കുട്ടികളൊക്കെ സ്റ്റേജിൽ കയറിക്കൊണ്ട് എന്താണ് തന്നെ കൊണ്ട് പറ്റുക, റസൂലിന് വേണ്ടിയിട്ട് റസൂലിൻ്റെ മദ്ഹ് എങ്ങനെ നടത്താം, തനിക്ക് എന്തു പറ്റും, പാട്ട് പാടാൻ പറ്റുമെങ്കിൽ റസൂലിനെ പറ്റി പാട്ട് പാടാം, എന്തെങ്കിലും സന്ദേശം നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, പ്രസംഗിക്കാൻ പറ്റുമെങ്കിൽ പ്രസംഗിക്കുക. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു മോട്ടീവായ കാര്യമാണ്. അല്ലാതെ ഇതിലെന്ത് ശിർക്ക്, എന്ത് ബിദ്അത്ത്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ റസൂലിൻ്റെ കാലത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ സ്വഹാബത്തിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് നല്ലപോലെ ആലോചിക്കും. വിശുദ്ധ ഖുർആനെ ജംഅ ചെയ്തത് തന്നെ സ്വഹാബത്തിൻ്റെ കാലത്താണ്. നബിയുടെ കാലത്ത് ജംഅ ചെയ്തിട്ടില്ല. അവസാനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ്റെ വഹി ഇറങ്ങിയത് അഭിപ്രായ പ്രകാരം നബി തങ്ങൾ വഫാത്താകുന്നതിന് 9ഓളം ദിവസം മുമ്പാണ്. അപ്പോൾ ആ അവസാനത്തെ ആയത്ത് ഇറങ്ങിയതിന് ശേഷം 9 ദിവസമേ റസൂൽ ഏകദേശം ജീവിച്ചിട്ടുള്ളൂ. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ജംഅ ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. പിന്നെ മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ല. ഹാഫിദീങ്ങളായ ധാരാളം സ്വഹാബത്ത് അതിനെ കൃത്യമായിട്ട് ഓതിക്കൊടുക്കാനും പഠിപ്പിക്കാനൊക്കെ ഉണ്ടല്ലോ. പിന്നീട് സ്വഹാബത്തിൻ്റെ കാലത്താണ് മുസ്ഹഫ് രൂപത്തിലേക്ക് ഇതിനെ ക്രോഡീകരിക്കുകയും പിന്നീട് ഈ കാണുന്ന സൂറത്ത് ക്രമീകരണത്തിലേക്ക് കൃത്യമായ രൂപത്തിലേക്ക് ഒരു ഏകീകൃത രൂപത്തിലേക്ക് അതിനെ മാറ്റിയതും സ്വഹാബത്തല്ല ചെയ്തിട്ടുള്ളത്. റസൂലിൻ്റെ കാലത്ത് റസൂൽ ജീവിച്ചിരിക്കാതെ നടന്നിട്ടില്ല. അങ്ങനെ ധാരാളം കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഹർക്കത്ത് വന്നത് സ്വഹാബത്തിൻ്റെ കാലത്തിലെ പിൽക്കാലത്താണ്. അങ്ങനെ എത്രയോ മാറ്റങ്ങൾ, നല്ല നല്ല മാറ്റങ്ങളെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. എത്രയോ മാറ്റങ്ങളെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് മാറ്റങ്ങൾ. അത് ശരീഅത്തിൻ്റെ അസ്ലിയായ നിയമത്തിനോട് എതിരല്ലെങ്കിൽ എന്തിനെതിർക്കപ്പെടണം? നല്ല നല്ല കാര്യങ്ങളല്ലേ. അതുകൊണ്ടിപ്പം നമ്മൾ മൗലൂദ് പാരായണം ചെയ്യൽ കൊണ്ട് എന്ത് ദോഷമാണ് ഒരാൾക്ക് വരാനുള്ളത്? റസൂലിനെ ഒരു ദൈവമായിട്ട് ഈ മൗലൂദ് പാരായണം ചെയ്യൽ കൊണ്ട് ആരും കാണുന്നില്ല. റസൂലിനെ ആ റസൂലിൽ തന്നെ പറയുന്നുണ്ട്, റസൂലുള്ള അള്ളാഹുവിൻ്റെ ദൂതനാണ്. അള്ളാഹ് പറഞ്ഞയച്ചിട്ടുള്ള, അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ള മുർസലീങ്ങളിൽപ്പെട്ട ഒരാളാണ് ആരംഭ റസൂൽ എന്നുള്ള സന്ദേശം മാത്രമേ അതിലുള്ളൂ. ആ റസൂലിനെ ജന്മം കൊണ്ട് ഇവിടെ കൈസറൊക്കെ ഞെട്ടിപ്പറിച്ചതും തടാകങ്ങൾ വറ്റി വരേണ്ടതുമെല്ലാം അതിനെ വിശദീകരിച്ചുകൊണ്ട് റസൂലിൻ്റെ മദ്ഹ് മാത്രമല്ലേ നമ്മൾ ഈ മൗലൂദിലൊക്കെ പറയുന്നുള്ളൂ. എന്ത് രസകരമായ രൂപത്തിലാണ് പറയുന്നത്. ഇതിനെ നമ്മൾ നിഷേധിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും സമുദായം മനസ്സിലാക്കുന്നതും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, ഹൃദയത്തിൽ ഈമാനുള്ള ആളുകൾ, ആ ആളുകളോട് അള്ളാഹ് പറഞ്ഞത് സ്വല്ലു അലൈഹി, ആ റസൂലിൻ്റെ മേലിൽ നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിക്കൊള്ളൂ എന്നാണ്. വസല്ലിമു തസ്ലീമ, സലാമുകൾ ചൊല്ലിക്കൊള്ളൂ. സ്വലാത്ത് അതിൻ്റെ ആശയത്തിൽ വരുന്ന, അതിൻ്റെ മുതറാദിഫായി വരുന്നതാണ് ഈ മൗലൂദിലും അതിൻ്റെ കണ്ടൻറ്റും അതിൻ്റെ ആശയങ്ങളും പാട്ടും പ്രസംഗവും കാര്യങ്ങളൊക്കെ. പിന്നെ റാലി പോവുക എന്നുള്ളത് അത് നമ്മുടെ റസൂലിൻ്റെ മദ്ഹ് പ്രകടിപ്പിക്കാനും മറ്റുള്ളവരെ തംബീഹ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം, ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ നടക്കുന്നത്. റാലി നമ്മൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും സമ്മേളനമൊക്കെ വരുന്ന സമയത്ത് ഒരു വിളംബര റാലിയൊക്കെ വെക്കാറുണ്ടല്ലോ. എന്തിനാണ്? സമ്മേളനമൊക്കെ റസൂലിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു. റസൂലിൻ്റെ കാലത്ത് അജാതി കാര്യങ്ങളൊന്നുമില്ല.
നമ്മളിത് കൊണ്ടുവരുന്നത് സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ആ കാര്യങ്ങളൊക്കെ ശരീഅത്തിനോട് വിരുദ്ധമല്ലാത്ത രൂപത്തിൽ ചെയ്യുക. അതൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഒരാൾ എന്താ ചെയ്യുക, റസൂലിനെ പറ്റിയിട്ട് അയാൾക്ക് പാട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് അതാണ് അയാളുടെ മദ്ഹ്. ഒരാൾക്ക് എന്ത് പറ്റുള്ളൂ? പാടുന്ന ഒരാളെ സഹായിക്കാനേ പറ്റുള്ളൂ. സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയ്ക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അതാണ് അയാളെ സംബന്ധിച്ചുള്ള മദ്ഹ്. മദ്ഹിന് ഓരോ തരം കാറ്റഗറികളുണ്ട്. ആ കാറ്റഗറികളെ ചോദ്യം ചെയ്യണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള മദ്ഹിൻ്റെ ആഴം അറിഞ്ഞിരിക്കണം. എന്നാൽ അതിലെ തെറ്റുകളൊക്കെ ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലാതെ നേരെ ചൊവ്വേ അഹ്ലുസുന്നയുടെ വാദം എന്താണോ അതിന് നേരെ അതെന്ത് പറയുന്നു അതിന് നേരെ ഓപ്പോസിറ്റ് പറയാം. ആ രൂപത്തിലേക്കുള്ള ഒരു വർത്തമാനം പറയുക എന്നുള്ളതും നബിയുടെ കാലത്തില്ലല്ലോ, പിന്നെന്തിനാണ് ഇങ്ങനെ ഒരു പുതിയൊരു ആചാരം തുടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അട്ടഹാസങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ആശയം, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്ത് റസൂലിനെ സ്നേഹിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗങ്ങൾ അതാണ്. വെറും ഒരു സ്റ്റാറ്റസ് ഇടൽ കൊണ്ട് മാത്രമല്ലല്ലോ. ആ ഒരു ദിവസം റബീഉൽ അവ്വൽ 12-ന്റെ ദിവസം അല്ലെങ്കിൽ സൗകര്യപ്പെടുന്ന മറ്റു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്താണ്. ആ റഹ്മത്ത് കൊണ്ട് ഫല്യഫ്റഹു എന്ന് പറയുന്നുണ്ടല്ലോ, ഫബിദാലിക ഫല്യഫ്റഹു, അതുകൊണ്ട് സന്തോഷിക്കൂ. ആ സന്തോഷ പ്രകടനം പല നിലക്കും വരും. നമ്മുടെ ഒരു മകൻ, ആ മകൻ നല്ല റാങ്കോട് കൂടിയിട്ട് അവൻ പരീക്ഷ വിജയിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നാൽ നമ്മൾ ആ മകന് എങ്ങനെയാണ് സന്തോഷം പ്രകടിപ്പിക്കുക? ചിലർ കരഞ്ഞുകൊണ്ട്, ചിലർ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു, ചിലർ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. ഇതൊക്കെ ഓരോരുത്തർ കാറ്റഗറി അനുസരിച്ചാണ്. പണക്കാരനായിട്ടുള്ള ആൾ അവരുടേതായ രൂപത്തിൽ എന്ത് ചെയ്യുന്നു, അവരെ അഭിനന്ദനം അറിയിക്കുന്നു. ചിലപ്പോൾ വലിയ മൊബൈലും മറ്റും വാങ്ങിക്കൊടുത്തുകൊണ്ടായിരിക്കും. പാവങ്ങളാം ചെറിയ ഭക്ഷണങ്ങളൊക്കെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സ്വീകരിക്കും. അതൊക്കെ ഓരോ തരം ശരീരത്തിനോട് തെറ്റില്ലാത്ത രൂപത്തിൽ നടത്തുന്ന സന്തോഷ പ്രകടനമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് റസൂലിനെ കൊണ്ടാണ്. കാരണം ആ റസൂലിനെ കൊണ്ടാണ് ദീൻ ഇവിടെ നിലനിന്നത്. ദീനിനെ എത്രത്തോളം വിപുലമായ രൂപത്തിലേക്കും നമുക്ക് ഹിദായത്ത് കിട്ടാൻ കാരണമായിട്ടുള്ള ആ റസൂലിൻ്റെ ആ ഒരു ജന്മം, ആ ഒരു റസൂലിൻ്റെ പ്രബോധനം, ആ റസൂലിൻ്റെ ജീവിതം, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന സരണികൾ, അതൊക്കെ റസൂൽ കാരണത്താലാണല്ലോ. ആ റസൂലിൻ്റെ ആ സരണി ജീവിതമൊക്കെ ഓർക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ്. കൃത്യമായിട്ട് വളരെ ശരിയായ രൂപത്തിൽ പറഞ്ഞാൽ റസൂലിൻ്റെ ജീവിതമുണ്ടല്ലോ, അതിൻ്റെ സന്ദേശം മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കലാണ്. കൂട്ടത്തിൽ തന്നെ പറയാനുള്ളത് ഇത് മാത്രം പോരാ. റാലിയോട് കൂടി ഇത് തീരുന്നില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന നന്മകളൊക്കെ നമ്മൾ പകർത്തണം. മാത്രമല്ല ഒരു മുസ്ലിമായ മനുഷ്യന് ഇന്നേ ദിവസം എന്ന് മാത്രമല്ല എല്ലാ ദിവസവും നമ്മളെ കൊണ്ട് എന്താണോ സഹായിക്കാൻ പറ്റുന്നത് അതൊക്കെ എല്ലാ നിലക്കും സഹായിക്കണം. റബീഉൽ അവ്വലിൻ്റെ കളക്ഷനൊക്കെ നമ്മൾ പരമാവധി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് പണം കളക്ട് ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഭവങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന സമയത്ത് പാവങ്ങളായിട്ടുള്ള ആളുകൾ അവരെ സഹായിക്കുന്ന ഒരു സ്വഭാവം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ റസൂലിൻ്റെ അത്തരത്തിലുള്ള നല്ല നല്ല സരണികളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരണം. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കാൻ പറഞ്ഞ ആളുകളുണ്ട്, അവരെയൊക്കെ കൃത്യമായിട്ട് ആദരിക്കണം, ബഹുമാനിക്കണം. ആലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്, നബിയുടെ കുടുംബക്കാരാണ് സയ്യിദന്മാർ, അവരെ കൃത്യമായിട്ട് ആദരിക്കണം. ഇന്ന് നമുക്ക് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റുന്നത് രണ്ട് വിഭാഗങ്ങളിലാണ്. ഒന്ന് സയ്യിദന്മാരാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കിടാങ്ങളാണ്. ആ സയ്യിദന്മാരെ നമ്മൾ കൃത്യമായിട്ട് ആദരിക്കണം. മരണപ്പെട്ടവരാണെങ്കിൽ പോലും അവരുടെ ഖബറിനെ പോലും കൃത്യമായ രൂപത്തിൽ തൗഹീദിനെതിരല്ലാത്ത രൂപത്തിൽ നമ്മൾ ആദരിക്കണം. അവർക്ക് വേണ്ടിയിട്ട് ഫാത്തിഹ ഓതണം, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് അവരുടെ ദർജ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ നമ്മളെ കൊണ്ട് എങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നുവോ ആ രൂപത്തിൽ സ്നേഹിക്കണം. റസൂൽ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ ബാക്കി വെച്ച് പോകുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് എൻ്റെ കുടുംബമാണ്. വിശുദ്ധ ഖുർആനുണ്ട്, വിശുദ്ധ ഖുർആനും എൻ്റെ കുടുംബവും ഞാൻ ഇവിടെ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. അത് നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ്, പൊന്നുപോലെ നോക്കണേ എന്ന് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സയ്യിദന്മാരെ ആദരിക്കണം. അതുപോലെ തന്നെ ആലിമീങ്ങളാണ് ആ റസൂലിൻ്റെ ജീവിതം നമ്മുടെ ഈ ഒരു സമുദായത്തിലേക്ക് പ്രചരിപ്പിക്കുന്നതും സമുദായത്തിന് കാണിച്ചു കൊടുക്കുന്നതും. ആ ആലിമീങ്ങളെയും ബഹുമാനിക്കണം. അവരെ കൃത്യമായിട്ട് നമ്മൾ ദീനിൻ്റെ ഷിആർ കൊണ്ട് തന്നെ അവരെ ആദരിക്കണം. ദീനിൻ്റെ ഷിആർ കൊണ്ട് തന്നെ, ഇൽമുള്ളവരാണ്, അതുകൊണ്ട് ആ നിലക്ക് തന്നെ ആദരിക്കണം. നമുക്ക് ചിലപ്പോൾ ഓരോട് ദേഷ്യം ഉണ്ടാവും, പക്ഷേ എന്ന് കരുതിയിട്ട് ദീനിൻ്റെ ഷിആറുള്ള ഒരാളെ ഒരിക്കലും അപഹസിക്കാനോ പരിഹസിക്കാനോ കളിയാക്കാനോ പാടില്ല. ഇങ്ങനെ നമ്മുടെ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു സരണിയെ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. നമ്മൾ വിജയിക്കും. കൃത്യമായിട്ട് ആ റസൂലിൻ്റെ വിശേഷണങ്ങൾ, റസൂലിനെ വാഴ്ത്തിപ്പാടുന്ന പ്രക്രിയകൾ, പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് വീട്ടിലേക്ക് മൗലൂദ് ഓതുക, അതുമായി ബന്ധപ്പെട്ട സ്വലാവാത്തുകൾ, സ്വലാത്തിൻ്റെയൊക്കെ ഒരു ക്യാമ്പയിനൊക്കെ വെക്കാൻ പറ്റും. വീട്ടിലൊക്കെ ആഴ്ചയിൽ ഇത്ര സ്വലാത്ത് ചെല്ലണം, നമ്മൾ ഈ ഒരു റബീഉൽ അവ്വൽ കഴിയുന്നതിന് മുമ്പ് റസൂലിന് വേണ്ടി ഇത്ര സ്വലാത്ത് ചെല്ലണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും വിശുദ്ധമായിട്ടുള്ള ഈ മൗലിദ് പാരായണം നമുക്ക് നടത്തണം. നമ്മുടെ സച്ചിതരായ ആളുകൾ, നല്ല നല്ല മുത്തഖിയായ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുകൊണ്ട് അത് ഉച്ചരിച്ചുകൊണ്ട്
ആത്മീയമായ രൂപത്തിൽ സന്ദേശം നൽകിക്കൊണ്ട് ജീവിച്ച് മരിച്ച നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നെന്താ ലാഖിബത്തിൽ മുത്തഖീൻ അല്ലേ, നല്ല മരണം അത് സച്ചിതരായ നല്ല തഖ്വയുള്ള ആളുകൾക്കാണ്. ഈ തഖ്വയുള്ള സലഫ് സ്വാലിഹ്യങ്ങൾ പഠിപ്പിച്ചു തന്നതാണ് ഇത്തരത്തിൽ മൗലൂദ് പാരായണമൊക്കെ. ഒരു ബേജാറും കൂടാതെ നമുക്കത് കൃത്യമായിട്ട് പാരായണം ചെയ്യാം. റസൂലിൻ്റെ അപദാനം മാത്രമാണ് അള്ളാഹു അത്തരത്തിൽ എന്നെന്നും ചൊല്ലിക്കൊണ്ട് ദീനിൻ്റെ ശിആർ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതം എന്നും നബിദിനമുള്ളതായിരിക്കണം, നബിയുള്ള ദിനമായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും നബിദിനമില്ലാതെ കടന്നു പോകരുത്. നബി ഇല്ലാത്ത ഒരു ജീവിതം ഒരു മുഅ്മിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനേ പാടില്ല. എല്ലാ ദിവസവും ഒരു മുഅ്മിനിൻ്റെ ജീവിതം നബിദിനമായിരിക്കണം, നബിയുടെ സുന്നത്തുകൾ എടുക്കുന്ന ജീവിതമായിരിക്കണം.